wir zeigen, oder wo sie hertragen. Und wir werden in unserem Zeichen wieder siegen. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതിന്റെ 78ാം വാർഷികമാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ന് കടന്നുപോയത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനം കുറിച്ചതായിരുന്നു ഹിറ്റ്ലറിന്റെ ആത്മഹത്യ. ലോകത്ത് പല സംഭവങ്ങളെക്കുറിച്ചും പ്രചരിക്കാറുള്ളത് പോലെ തന്നെ ഒട്ടേറെ നിഗൂഢതകളും വാദങ്ങളും ഹിറ്റ്ലറിന്റെ മരണം സംബന്ധിച്ച് ഉയർന്നിട്ടുണ്ട്. ഇതിൽ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ് ഹിറ്റ്ലർ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തില്ലെന്നും മറിച്ച് ചന്ദ്രനിലേക്ക് പോയെന്നുമുള്ളത്. ഹിറ്റ്ലറും നാസികളും വളരെയേറെ ടെക്നോളജിക്കലി അറിവ് നേടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു രഹസ്യ ബങ്കർ അവർ ചന്ദ്രനിൽ പണി കഴിപ്പിച്ചു അത്രേ. ലോകരംഗത്ത് തനിക്കെതിരായി കാറ്റ് വീശാൻ തുടങ്ങിയതോടെ ഹിറ്റ്ലർ നേരെ ചന്ദ്രനിലേക്ക് വെച്ചുപിടിച്ചത്രേ. ചന്ദ്രനിലേക്കല്ല, മറ്റേതോ ഗ്രഹത്തിലേക്കാണ് ഹിറ്റ്ലർ പോയതെന്നും നിഗൂഢവാദം ഉയർത്തുന്നവരുണ്ട്. ഏലിയൻസുമായി ഹിറ്റ്ലറിന് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും പറയുന്നവരുണ്ട്. ഇതെല്ലാം രസകരമായ വിഡ്ഢിത്തങ്ങളായിട്ടാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. 1945 ഏപ്രിൽ 30-നാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. ബെർലിനിൽ തന്റെ ഔദ്യോഗിക ആസ്ഥാന താഴെയുള്ള ബങ്കറിലായിരുന്നു അത്. കൂട്ടിന് ഒരു ദിവസം മുമ്പ് വിവാഹം കഴിച്ച ഭാര്യ മാത്രം. എല്ലാ പ്രതീക്ഷകളും ഹിറ്റ്ലർക്ക് നശിച്ചിരുന്നു. ഭാര്യയ്ക്ക് കൊടുത്ത ശേഷം സൈനൈഡ് നിറച്ച ക്യാപ്സ്യൂൾ വിഴുങ്ങിയായിരുന്നു അദ്ദേഹവും ആത്മഹത്യ ചെയ്തത്. തന്റെ മരണം ഉറപ്പാക്കാനായി സ്വയം തലയ്ക്ക് വെടിവെക്കുകയും ചെയ്തു. ഭീകരതയുടെയും മനുഷ്യത്വമില്ലായ്മയുടെയും ഒരു യുഗം ആ ബങ്കറിൽ പിടഞ്ഞു തീർന്നു. 1000 വർഷങ്ങൾ നാസി ഭരണമെന്ന വലിയ സ്വപ്നത്തെ വെട്ടിമുറിച്ചുകൊണ്ട്. 56 വയസ്സായിരുന്നു ഹിറ്റ്ലറിന് അന്നത്തെ പ്രായം. 1943 മുതൽ തന്നെ ജർമ്മനിയുടെ പതനം സുനിശ്ചിതമായിരുന്നു. ആ വർഷം ഫെബ്രുവരിയിൽ തന്നെ സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൽ ജർമ്മനിയുടെ 6ാം സേന സോവിയറ്റ് പടയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് തകർച്ചകളുടെ പരമ്പരയായിരുന്നു. തൊട്ടടുത്ത വർഷമായ 1944 ജൂണിൽ സഖ്യകക്ഷികൾ ഫ്രാൻസിലെ നോർമാൻഡി പിടിച്ചെടുക്കുകയും ജർമ്മൻ പടയെ ഒതുക്കുകയും ചെയ്തു. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും ഒരേപോലെ സൈനിക സമ്മർദ്ദം ഉടലെടുത്തു. ജർമ്മൻ ആർമിക്ക് തന്നെ ആസന്നമായ ഒരു തോൽവിയെപ്പറ്റി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഒപ്പം ഹിറ്റ്ലറിനെ വധിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു. ഇവയെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ ഇതിന് പ്രതികാരമായി ഹിറ്റ്ലർ നടത്തിയ നടപടികൾ 4000-ലധികം ജർമ്മൻകാരാണ് കൊല്ലപ്പെട്ടത്. 1945 ജനുവരി ആയപ്പോഴേക്കും സോവിയറ്റ് സേന ബെർലിൻ പിടിച്ചെടുക്കുമെന്ന നില വന്നു. ഇതോടെ തന്റെ ഓഫീസിന് 55 അടി താഴെ സ്ഥിതി ചെയ്യുന്ന ബങ്കറിലേക്ക് ഹിറ്റ്ലർ പിൻവാങ്ങി. യുദ്ധങ്ങളോ പൊടുന്നനെയുള്ള എയർ സ്ട്രൈക്സോ വന്നാൽ ഉടനടി രക്ഷപ്പെടാനായാണ് ആ ബങ്കർ പണി കഴിപ്പിച്ചിരുന്നത്. 18 മുറികളുണ്ടായിരുന്ന അതിൽ പ്രത്യേക വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. കൂടെ ഭാര്യ ഈവ ബ്രൗണും ജീവിച്ചു. ജനുവരിക്ക് ശേഷം ഹിറ്റ്ലർ ഒരു തവണ മാത്രമേ ആ ബങ്കറിന് പുറത്തു വന്നിരുന്നുള്ളൂ. ഉന്നത നാസി കമാൻഡർമാരായ ഹെർമൻ ഗെറിംഗ്, ഹെൻറിച്ച് ഹിംലർ, ജോസഫ് ഗീബൽസ് എന്നിവരുമായി ബങ്കറിൽ അയാൾ കൂടിക്കാഴ്ച നടത്തി. ഭരണപരമായ പല തീരുമാനങ്ങളും എടുത്തത് ഇത്തരം ചർച്ചകളിലാണ്. മരിക്കുന്നതിന് മുൻപായി അഡ്മിറൽ കാൾ ഡോണിസ് എന്നയാളെ രാഷ്ട്രമേധാവിയും ഗീബൽസിനെ ചാൻസലറുമാക്കിയായിരുന്നു ഹിറ്റ്ലറിന്റെ അവസാന തീരുമാനം. ഹിറ്റ്ലറിന്റെയും ഈവയുടെയും മൃതശരീരങ്ങൾ പിന്നീട് നാസി അനുകൂലികൾ ചാൻസലറിയുടെ പൂന്തോട്ടത്തിൽ സംസ്കരിച്ചു. താമസിയാതെ തന്നെ സോവിയറ്റ് പട ബെർലിൻ ആക്രമിച്ചു. അവർ ഹിറ്റ്ലറിന്റെ ചിതാഭസ്മം അവിടെ നിന്നും മാറ്റി. വരും കാലങ്ങളിൽ ഹിറ്റ്ലറിന്റെ ആരാധകർ അവിടെ അയാൾക്കായി ഒരു സ്മാരകം പണിയാതിരിക്കാനായിരിക്കും അതെന്ന് പലരും പറയുന്നു.